ഹൈന്ദവരുടെയും ബുദ്ധമതക്കാരുടെയും പുണ്യവൃക്ഷമായി കരുതുന്നതാണ് അശോകം. മുറ്റത്ത് മനോഹരമായ പുഷ്പങ്ങൾക്കു വേണ്ടിയും നമ്മുടെ നാട്ടിൽ ഈ വൃക്ഷം നട്ടുവളർത്താറുണ്ട്. അശോകം, ഹേമപുഷ്പം, അങ്കനാംബ്രിയ, ഗന്ധർവപുഷ്പം, വഞ്ചുളം, കോളിംഗം, കങ്കേളി, താമ്രപല്ലവം തുടങ്ങിയ പേരുകളിൽ സംസ്കൃതത്തിൽ അശോകത്തെ വിളിക്കുന്നു. അശോക ട്രീ എന്നാണ് ഈ വൃക്ഷത്തിന്റെ ഇംഗ്ലീഷ് നാമം. സിസാൽപിനിയേസി എന്ന സസ്യകുടുംബത്തിലാണ് അശോകം ഉൾപ്പെടുന്നത്. അശോകത്തിന്റെ ശാസ്ത്രീയ നാമം സരക്ക ഇൻഡിക്ക ലിൻ എന്നാണ്. ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ഗർഭാശയ ലൗഷധങ്ങളുടെ കൂട്ടത്തിലാണിത്. ശാഖോപശാഖകളായി വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് അശോകം. പുഷ്പങ്ങൾ കുലകളായാണ് കാണപ്പെടുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള മനോഹരങ്ങളായ പൂക്കളാണ് അശോകത്തിനുള്ളത്. അശോക പട്ടയ്ക്ക് പകരം അരണമരത്തിന്റെ പട്ട ഔഷധങ്ങളായി മായമാക്കി മിക്കപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മരപ്പട്ട, വേരിന്മേൽ തൊലി, പൂവ് എന്നിവയാണ് ഇതിന്റെ ഔഷധ ഗുണമുള്ള ഭാഗങ്ങൾ. രസം, കാഷായം, തിക്തം, ഗുണമാണെങ്കിൽ സ്നിഗ്ധം, വീര്യം, ശീതം, വിഭാഗവും, കടു എന്നിങ്ങനെയാണ് അശോകത്തിന്റെ മുഖ്യമായ രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ എടുത്തു നോക്കിയാൽ അശോകത്തിന്റെ തൊലിയിൽ ടാനിൻ, കറ്റൈനേക്കോൾ, ലഘുതൈലം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഹീമോടോക്സിലിൻ, കീറ്റോകോക്സിറോൾ തുടങ്ങിയ ഗ്ലൈക്കോസൈഡുകൾ, സ്പോണിൻ, കാൽസ്യം തുടങ്ങിയ രാസഘടകങ്ങളും ഇതിൽ വേർതിരിച്ചിട്ടുണ്ട്. ഔഷധ ഗുണവും നോക്കിയാൽ അശോകൻ രക്തസ്തംഭനകരമാണ്. ഇതിന്റെ ഉപയോഗം ഗർഭാശയത്തെ ശക്തിപ്പെടുത്തും. ഇത് വിഷഹരമാണ്. അശോകത്തിന്റെ പട്ട ചാരായത്തിലിട്ട് വാറ്റിയെടുക്കുന്ന സത്ത് ഒരു അണുനാശിനിയായി ഉപയോഗിക്കുന്നവയാണ്. കൂടാതെ അശോകത്തിന്റെ തൊലിക്ക് ആർഷസ്, വയറുവേദ എന്നിവനെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് വ്രണങ്ങൾ അകറ്റുന്നതിന് സഹായിക്കും. പ്രാവാഹിക ശമിപ്പിക്കും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ സ്ത്രീകളിലെ രക്തസ്രാവം, അത്യാർത്തവം, കഷ്ടാർത്തവം, അല്പാർത്തവം തുടങ്ങിയ രോഗങ്ങൾക്ക് അശോകപ്പെട്ട കൊണ്ടുള്ള കഷായം അനുയോജ്യമായ ഗുണഫലം പ്രദാനം ചെയ്യുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന ചൊറി, കരപ്പൻ എന്നിവയ്ക്ക് അശോകം വളരെ നല്ല ഫലം തരും. ത്വക്ക് രോഗങ്ങൾക്ക് അശോകപുഷ്പം കൽക്കമാക്കി വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാം. സ്ത്രീകളിലെ ഏതു തരത്തിലുള്ള ആർത്തവ ദോഷങ്ങളും ശമിപ്പിക്കുവാൻ അശോകപ്പട്ട പാൽ കഷായമാക്കി ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അശോകപ്പട്ട കൊണ്ടുള്ള അശോകാരിഷ്ടം, അശോക ലഘൃതം എന്നീ ആയുർവേദ ഔഷധങ്ങൾ പാപിനി, പ്രമേഹം, അഗ്നിമാന്ദ്യം, ജ്വരം, ഗർഭാശ്രയ രോഗങ്ങൾ, രക്തപിത്തം എന്നിവയ്ക്ക് വളരെ ഉത്തമമാണ്.